ഹലോ ഗായ്സ്, നാച്ചർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് ചക്കയുടെ കൂഞ്ഞ് വെച്ച് ചക്കക്കൂഞ്ഞ് ഇറച്ചിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചക്കയുടെ മണ്ടയ്ക്കത്തെ കൂഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് അങ്ങ് പോയാലോ. ഇത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചക്കക്കുഞ്ഞ് ഇറച്ചിക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് അങ്ങ് പോകാം. അതിനായിട്ട് നമ്മൾ ചക്കക്കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് മസാലകളും കാര്യങ്ങളൊക്കെ എളുപ്പം ചക്കക്കുഞ്ഞിൽ പിടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്യും. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് അങ്ങ് പോകാം. ഇനി നമ്മൾ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചക്കക്കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ചീകി അരിയാണ്. സവാളയൊക്കെ കഴുകിയെടുത്തതാണ്, കഴുകിയത് ചീകി അരിഞ്ഞിടുകയാണ്. സവാള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അങ്ങനെ സവാളയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ കീറിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയുമാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവിയിൽ അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് നല്ലപോലെ വെന്തൊക്കെ വരുന്നുണ്ട്, ഏകദേശം വെന്തൊക്കെ വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കടുകും കാര്യങ്ങളൊക്കെ വറുത്തെടുക്കാം. പിന്നെ കടുക് വറുക്കാൻ വേണ്ടി നമ്മൾ ചീഞ്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടിയിലോട്ട് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ തന്നെ 4 അല്ലി കുരുമുളകും ഒരു കഷ്ണം ഗ്രാമ്പൂവും പിന്നെ ചെറിയ കഷ്ണം കറുവപ്പട്ടയും, ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ വറുത്തെടുക്കുകയാണ്. ഞങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോടും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ്. ഇളക്കി റോസ്റ്റാക്കി എടുക്കുകയാണ്, വറുത്തെടുക്കുകയാണ്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പൊടിക്കാൻ പോവുകയാണ്. അങ്ങനെ വറുത്തെടുത്തിട്ട് പൊടിക്കുകയാണ്, നമ്മൾ വറുത്തെടുത്ത ശേഷം നമ്മൾ മല്ലിപ്പൊടിയും എല്ലാം കാര്യങ്ങളെല്ലാം കൂടെ മസാലയെല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അരച്ചെടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ കറിയൊക്കെ വെന്ത് വന്ന കഷ്ണങ്ങളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കഷ്ണത്തിലോട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കഷ്ണത്തിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ അരപ്പ് കഴുകിയ വെള്ളവും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ തിളച്ച് വെന്തൊക്കെ വരുന്നുണ്ട്. കഷ്ണങ്ങൾ കാര്യങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് 2 വറുത്തിടാം. വറുക്കാൻ വേണ്ടി നമ്മൾ സവാളയാണ്. അങ്ങനെ നമ്മൾ സവാളയും തേങ്ങാക്കൊത്തും ഒക്കെയാണ് നമ്മൾ വറുത്തിടുന്നത്. അങ്ങനെ നമ്മൾ കടുകും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൽ തേങ്ങാക്കൊത്തും സവാളയും മാത്രമാണ് വറുത്തെടുക്കുന്നത്. വറുത്തെടുത്ത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കറി പുരട്ടിയെടുക്കുക.